ഇത് IRFC44N എന്ന് പറയുന്ന N ചാനൽ മോസ്ഫെറ്റ് ആണ്. ഇതിന് മാക്സിമം 49 ആംപിയർ വരെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ പിൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പിൻ ഗേറ്റ്, നടുക്കത്തെ പിൻ ഡ്രെയിൻ ആൻഡ് റൈറ്റ് മോസ്റ്റിലുള്ളത് സോഴ്സ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഡിം ബ്രൈറ്റ്, അതും ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ 0.47 മൈക്രോഫാരഡിൻ്റെ പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന 450 വോൾട്ടാണ്. പക്ഷേ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ 450 വോൾട്ടേ ഉള്ളൂ. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 450 വോൾട്ടിൻ്റെ വേണമെന്നില്ല, 100 വോൾട്ടിൻ്റെ ആയാലും മതി. പോളിസ്റ്റർ ടൈപ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഡിസ്ക് ടൈപ്പ് യൂസ് ചെയ്യുന്നതിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഈ സർക്യൂട്ടിനാകെ 3 കോമ്പോണൻസേ ഉള്ളൂ. മോസ്ഫെറ്റ്, പിന്നെ ഈ കപ്പാസിറ്റർ, പിന്നെ ഒരു റെസിസ്റ്ററും, പിന്നെ 2 ടച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പോണൻസ് ഇല്ല. അതിൻ്റെ ലീഡ് 2 കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഒരു വയറിൽ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് ടച്ച് പ്ലേറ്റ് എന്നും പറഞ്ഞ് ആക്കി വെച്ചേക്കുന്നത്. അതിനകത്ത് ഇത് ഡിമ്മും ബ്രൈറ്റും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഈ ടച്ച് പ്ലേറ്റിൽ ഒരു പ്ലേറ്റും പിന്നെ ആ റെസിസ്റ്ററിൻ്റെ ലീഡും തമ്മിൽ ടച്ച് ചെയ്യുമ്പം ഡിമ്മായിട്ട് വരും. അതിനെ അപ്പുറത്തെ ലീഡുമായിട്ട് ടച്ച് ചെയ്യുമ്പം ബ്രൈറ്റ്നസ് കൂടി വരിക. അങ്ങനത്തെ സിമ്പിൾ ഓപ്പറേഷനാണ്. പിന്നെ എന്നുള്ളത്, നമ്മൾ ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതൊരു ടച്ച് ടൈപ്പിലുള്ള ഓൺ ഓഫ് സ്വിച്ച് ആവും. ഈ കപ്പാസിറ്ററാണ് അതിനെ ഡിമ്മും ബ്രൈറ്റും ആക്കുന്നത്. ഞാൻ സർക്യൂട്ട് വീഡിയോയുടെ അവസരം കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. പിന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.